ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് എന്തായാലും ജിമ്മ് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഞാനൊരു പടം കണ്ട്, പടക്കളം എന്നുള്ളൊരു പടം കണ്ട് രാത്രി 12 മണിയെങ്ങാണ്ടായി. എന്തായാലും ജിമ്മിന് പോയി തുടങ്ങാം. കാരണം പറ്റുന്നില്ല. എനിക്ക് വലിയ ബോഡി ബിൽഡർ ആവണമെന്നില്ല. നമ്മുടെ ശരീരം ഒന്ന് ഒതുങ്ങിയിരിക്കണം, അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അലാറമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത്, രാവിലെ മഴ പെയ്താൽ പോക്ക് നടക്കത്തുമില്ല. അങ്ങനെ എന്തായാലും രാവിലെ മഴയൊന്നും ഫായതയില്ലായിരുന്നു. അപ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ച് ആയുധങ്ങളായിട്ടങ്ങ് ഇറങ്ങി. നമ്മുടെ നേരെ ജിമ്മിൽ ചെന്ന് സ്കോട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് വർക്കൗട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. സ്കോട്ടൊക്കെ അടിച്ചിട്ട് ഏകദേശം 3 മാസത്തോളമായി. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ സ്കോട്ട് അടിക്കാൻ വിചാരിച്ച്. അപ്പോൾ വെയിറ്റ് കുറച്ച് ഞാൻ സ്കോട്ട് അടിച്ചു. അപ്പോൾ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങ് വർക്കൗട്ട് ചെയ്തത്. നമുക്ക് രാവിലെ വലിയ തിരക്കില്ല നമുക്ക് ജിമ്മിൽ. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സുമോയൊക്കെ ചെയ്ത് ലെഗ് പ്രസ്സും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് ഞാൻ വലുതായിട്ട് അങ്ങോട്ട് അടിച്ചിട്ടില്ല. ചെറുതായിട്ട് നമുക്കൊരു ഫീല് വരുന്ന ആ രീതിയിൽ ഞാൻ അടിച്ചിട്ടുള്ളൂ, ചെയ്തെന്നുള്ളൊരു. അങ്ങനെ അതും കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പോസിങ്ങൊക്കെ ചെയ്ത് ഒക്കെ നോക്കിയിട്ട് വീട്ടിലോട്ട് ചാടി. ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു കോഫി കുടിച്ച്, മധുരമില്ലാത്ത ഒരു കോഫി കുടിച്ച്. സത്യം പറഞ്ഞാൽ രാവിലെ കയറുമ്പം കുടിക്കേണ്ടതാണ്. അപ്പം രാവിലെ കട തുറന്നില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇറങ്ങിയപ്പോൾ ഒരു കോഫിയും കുടിച്ച് അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു 10 മുട്ടയോളം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് മൊത്തം ഇരിക്കുമായിരുന്നു. ഒരിക്കലും അല്ല, അതിൽ 2 എണ്ണം എനിക്ക് കിട്ടിയുള്ളൂ. കാരണം എനിക്ക് സ്റ്റോണുള്ളതുകൊണ്ട് 3 ദിവസം കൂടുമ്പോൾ ഞാൻ മുട്ടയുടെ വൈറ്റ് 2 എണ്ണം ഇപ്പോൾ കഴിക്കാറുള്ളൂ. പിന്നെ രാവിലെ അവിലായിരുന്നു, അപ്പോൾ അതൊക്കെ മതി. അപ്പോൾ ഞാൻ വലുതായിട്ട് ഫുഡും അങ്ങനെ കൊടുക്കുന്നില്ല, ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കണേ. ഓക്കെ, ബൈ.